ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ട് ഒരു ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഒരു ദിവസം ട്രിപ്പ്. ഇവിടെ നിന്ന് ഒരു 94 കിലോമീറ്റർ അല്ലെങ്കിൽ 95 കിലോമീറ്റർ അത്രേ വരത്തുള്ളൂ. എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ കന്യാകുമാരിയിലാണ് പോകുന്നത്. നാളത്തെ എനിക്ക് ഉദയം ഒന്ന് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ ഇന്നത്തെ അസ്തമയം എനിക്കൊന്ന് കാണണം. അത് കണക്കാക്കിയാണ് ഞാൻ എന്തായാലും പോകുന്നത്. പിന്നെ പോകുന്നതിനൊരു കാര്യങ്ങളുണ്ട്. ഇന്ന് ഞാൻ വളരെയധികം വിഷമത്തിലാണ്. കാര്യം എന്താണെന്നൊന്നും ഞാൻ ഇപ്പോൾ പറയണില്ല, പക്ഷേ പറയും ഞാൻ. അത് ഒരുപാട് വിഷമമുണ്ട് എനിക്ക്. എൻ്റെ മനസ്സൊന്ന് റെഡിയാക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ പോണത്. പോണ വഴിക്ക് വീഡിയോ കൂടെ ഇടാമെന്ന് ഞാൻ വിചാരിച്ച്. അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി. സമയം വന്നിട്ട് 1:15. അപ്പോൾ ഞാൻ പോകാൻ പോവുകയാണ്. ഒന്നും കഴിച്ചിട്ടില്ല. പോകുന്ന വഴിക്ക് കഴിക്കണം. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ നിങ്ങളെ കൂടെ കാണിക്കണം. അതാണ് തീരുമാനം. അപ്പോൾ എന്തായാലും പോകുന്ന വഴി ബാക്കി കാഴ്ചകളെ കാണാം. ഫുള്ള് തിരക്ക്. ഞാൻ എവിടെ ഇറങ്ങിയാലും എപ്പോൾ ഇറങ്ങിയാലും ഇത് തന്നെയാണ്. തിരക്ക്. ഞാൻ ഇറങ്ങുന്ന ടൈമിൽ എന്താണ് എന്തോ ഇങ്ങനെ എനിക്ക് മാത്രമുള്ള ഇങ്ങനത്തെ നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? ഇനി ഇറങ്ങുന്ന ടൈമിൽ ഇങ്ങനെ ബ്ലോക്ക്. അല്ല ഗൈസ്, അപ്പം ഞാൻ പാളയത്തെത്തി. ഇവിടെ നിന്ന് ഞാൻ ലെഫ്റ്റ് തിരിഞ്ഞാണ് പോകുന്നത്. ഇവിടെ നിന്ന് നേരെ തമ്പാനൂര് ചെന്ന് അങ്ങനെ കയറി പോകാനാണ് എൻ്റെ പ്ലാൻ. ഇപ്പം ചേട്ടൻ കൊണ്ട് തട്ടിയാനേന്ന് തോന്നുന്നു. നല്ല മഴക്കോളുണ്ട്, നോക്കിയാൽ നല്ല മഴക്കോള്. പിന്നെ ഈ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു ഇത്രയും തിരക്ക് വരാൻ കാരണം ഉച്ചയ്ക്ക് ഉണ്ണാൻ ഇറങ്ങുന്നവരൊക്കെ ആണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഉണ്ണാൻ പോകുന്നവർ, ഉച്ചയ്ക്ക് കഴിക്കാൻ വരുന്നവർ, അതായിരിക്കും ഇത്രയും തിരക്ക്. ഇനി അങ്ങോട്ട് വലിയ തിരക്ക് കാണൂലെന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ തമ്പാനൂര് കുറച്ച് തിരക്ക് കാണും. എന്തായാലും പോയി നോക്കാം. എനിക്ക് വിശക്കണില്ല, കഴിച്ചിട്ടില്ല, ഒന്നും വിശപ്പില്ല. വിശക്കുന്ന ടൈമിൽ എന്തെങ്കിലും ഒന്ന് കഴിക്കണം. ജസ്റ്റ് എൻ്റെ അധികം പൈസയൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഡിപ്രഷൻ അടിച്ചിരിക്കുകയാണ്. എനിക്ക് വയ്യ സത്യം പറഞ്ഞാൽ. അങ്ങനെ ഞാൻ ഇറങ്ങിയതാണ്. അതുകൊണ്ട് വിശപ്പൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ അഥവാ വിശപ്പ് എന്തെങ്കിലും തോന്നിയാൽ എവിടെയും നിർത്തി എന്തെങ്കിലും കഴിക്കണം. അങ്ങനെ പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണ്. ട്രിപ്പല്ല സത്യം പറഞ്ഞാൽ, എൻ്റെ മൂഡ് ചേഞ്ച് ആവാൻ വേണ്ടി മാത്രം ഞാൻ പോണതാണ്. എൻ്റെ മൂഡ് ഒന്ന് ഓക്കെ ആവണം. അപ്പോൾ ഞാൻ വിചാരിച്ച് നേരെ കന്യാകുമാരിയിലോട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ പോണതാണ്. ഇനി അവിടെ ചെല്ലുമ്പോൾ അറിയാം എൻ്റെ മൂഡ് മാറോ ഇല്ലയോ. വീണ്ടും ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുമോ. വീട്ടിലിരിക്കുമ്പോൾ എനിക്കിത് ആലോചിച്ചിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ജോലിയും ഇല്ല. അല്ലെങ്കിൽ ജോലിക്ക് പോയാലെങ്കിൽ അത് മറക്കുമായിരുന്നു. ജോലിയും കുറവാണ്. പിന്നെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ട്രിപ്പും അധികം പൈസയും ഇല്ല. 2000 രൂപ ഇരിപ്പുണ്ട്. പിന്നെ കാറിൽ കുറച്ച് പെട്രോൾ കിടപ്പുണ്ട്. ആ ഒരു ഇതിലാണ് ഞാൻ പോണത്. എന്നാലും ഫുഡിന് വലിയ പൈസ ആവില്ല. പിന്നെ റൂം ഞാൻ എടുക്കണില്ല. ഇതിനകത്ത് കിടന്നുറങ്ങാനാണ് പരിപാടി. അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്ന് പെട്രോൾ അടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വരാൻ പറ്റണം. അതാണ് പ്ലാന്. ഇല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് തണ്ടണം. എന്തായാലും പോയി നോക്കാം. ഞാൻ ഇപ്പോൾ വന്നിട്ട് നിറമങ്കര എത്തി. ഇവിടെയും ഫുള്ള് ബ്ലോക്ക് തന്നെ. ഞാൻ വിചാരിച്ച് ഇവിടെയെങ്കിലും എത്തുമ്പോൾ ബ്ലോക്ക് മാറുമെന്ന്. തിരക്ക് തന്നെയാണ്. ഉച്ച സമയത്ത് എന്താണ് ഇത്ര തിരക്ക്? സ്കൂൾ വരുന്ന ടൈമായിരുന്നെങ്കിൽ പിന്നെയും അങ്ങനെ തിരക്കാണെന്നെങ്കിലും പറയാം. ഭയങ്കര തിരക്കാണ് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇനി പാപ്പനങ്കോടൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ഒന്ന് തിരക്ക് മാറുമായിരിക്കും. മഴക്കോള് പറഞ്ഞു. എനിക്ക് അസ്തമയം കാണാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ ഇനി മഴയാണോ എന്ന് എനിക്കറിയാൻ വയ്യ. കാണാൻ പറ്റില്ലെങ്കിൽ ബീച്ചിൻ്റെ വീടൊക്കെ പിടിച്ചിട്ട് അവിടെ നിൽക്കാമല്ലേ. നല്ല ചുമ. എനിക്ക് തോന്നുന്നു ഇന്നലെ തണുത്ത വെള്ളം കുടിച്ചാണ്. എനിക്ക് തണുത്ത വെള്ളം കുടിക്കാൻ എൻ്റെ അന്ന് ജലദോഷം കണക്കാണ്. തണുത്ത എന്തെങ്കിലും കഴിച്ചാൽ മതി, അപ്പോഴും തുടങ്ങും. നല്ല ഭംഗിയുണ്ടല്ലേ ഈ ഒരു മേഘം ഇങ്ങനെ കാണാൻ വേണ്ടി. നോക്കി ആ മഴക്കോളും ആ ഒരു അന്തരീക്ഷവും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇന്നോവ പോകുന്ന നോക്കിയേ. ഇന്നോവ ക്രിസ്റ്റ, നല്ല നമ്പർ 3300.
തമിഴ്നാട്ടിലെ വണ്ടിയാണ്. നല്ല ചൂടെടുത്ത് ചാവണം. AC ഇടുന്നില്ല, ഒന്നാമതേ കയ്യിൽ പൈസ ഇല്ല, അതുകൊണ്ട് AC ഒന്നും ഇടുന്നില്ല. ഇപ്പൊ പാപ്പനംകോട് എത്തി. ഇപ്പൊ ഒത്തിരി തിരക്ക് കുറഞ്ഞിട്ടുണ്ട്, നേരത്തെ ചോദിക്കണമെങ്കിൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ വിചാരിക്കണേ പാഴ്സൽ എന്തെങ്കിലും വാങ്ങിച്ച് വണ്ടിയിൽ വെച്ചിരിക്കാം, വിശക്കുന്ന ടൈമിൽ കഴിക്കാം എന്ന് വിചാരിക്കണം. എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അങ്ങോട്ട് പോയിട്ട് ഫുഡ് എനിക്കിനി പിടിച്ചില്ലെങ്കിലോ ഒന്നാമത്തെ കേസ് എനിക്ക് ഒന്ന് ഇഷ്ടപ്പെടാണ്ട് വരും അങ്ങോട്ടൊക്കെ പോകുമ്പോൾ. നമ്മളെ ഈ തിരുവനന്തപുരത്ത് ഉള്ള ഫുഡ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതേപോലെ കിട്ടുമെന്ന് എനിക്ക് അറിയാൻ വയ്യ. അതുകൊണ്ട് ഞാൻ പാഴ്സൽ വാങ്ങിയാലോ എന്നിങ്ങനെ ആലോചിക്കാം. മേടിക്കാമല്ലേ, മേടിച്ച് വണ്ടി വെച്ചിരിക്കാം, വിശക്കുന്ന ടൈമിൽ കഴിക്കാം. ഈ സ്ട്രീറ്റ് ലൈറ്റ് നോക്കി നല്ല ഭംഗിയുണ്ടല്ലേ. ഈ സ്ട്രീറ്റ് ലൈറ്റ്, ഇതേപോലത്തെ സ്ട്രീറ്റ് ലൈറ്റ് നമ്മൾ മറ്റേ അന്ന് വേളാങ്കണ്ണി പോയപ്പം ആ റൂട്ടിൽ കണ്ട്. രാത്രി നല്ല ഭംഗിയാണ്. രാത്രി ഒന്ന് നോക്കണം, ചിലപ്പോൾ നല്ല ഭംഗിയായിരിക്കും. ലോറിയിൽ സാംസങ്ങിൻ്റെ എന്തോ കയറ്റിയിട്ട് പോവുകയാണ്, ഫ്രിഡ്ജാണെന്നാണ് തോന്നുന്നത്. എന്തെങ്കിലും വാങ്ങിക്കാം, ഏതെങ്കിലും നല്ല ഹോട്ടലാണെന്ന് ചവിട്ടിട്ട് എന്തായാലും വാങ്ങിച്ച് വണ്ടിയിൽ വെച്ചിരിക്കാം. വിശക്കുന്ന ടൈമിൽ എവിടെയെങ്കിലും ഒതുക്കിയിട്ട് കഴിക്കാം, സ്വസ്ഥമായിട്ടിരുന്ന് കഴിക്കാമല്ലോ. അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ വന്നിട്ട് പള്ളിച്ചലെത്തിയിട്ടുണ്ട്. ഇനി എനിക്ക് ഒന്ന് ഓടി പോകാൻ തോന്നുന്നു. തിരക്ക് കുറവാണ്, അത് തിരക്കില്ലാണ്ട് ഓടിപ്പോവാം. പറഞ്ഞു തീർന്നില്ല, അതിനിടയ്ക്ക് സിഗ്നൽ. എന്താണ് ആ ചേട്ടൻ കാണിച്ചിട്ട് പോയത്? ഇവരാരും നിൽക്കണില്ലേ? നിൽക്കണ്ട, അപ്പോൾ പോകാൻ പറ്റും. ക്യാമറ ഇല്ല, ക്യാമറ ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. കുറച്ച് പേര് നിൽക്കുന്നുണ്ട്, കുറച്ച് പേര് പോകുന്നുണ്ട്. എന്തായാലും നിൽക്കാം. എൻ്റെ കയ്യിൽ പെറ്റിയടയ്ക്കാൻ പൈസയൊന്നും ഇല്ലേ. തീരാറായി. 4, 3, 2, 1, 0. ഓക്കേ, ലെറ്റ്സ് ഗോ. ബസർ അടിച്ചുകൊണ്ട് ഇതിനിടയ്ക്കിടയ്ക്ക് ഈ ഓയിലിൻ്റെ ഇതും കാണിച്ചിട്ടേ ഓയിൽ ഇല്ലെന്നാണ് തോന്നുന്നത്. ഇനി വണ്ടി വഴിയിലങ്ങനെ സ്റ്റക്കാവുന്നുണ്ട്. കുറേ നാളുകൊണ്ട് ഇങ്ങനെ ബസർ അടിക്കണം, ഓയിലിൻ്റെ ചിഹ്നവും കാണിക്കണം. പൈസ ഇല്ലാത്തതുകൊണ്ട് മാറാണ്ടിരിക്കുകയാണ്. ഈ പോണ വഴിക്ക് വഴിയിലെങ്ങനെ ആവണമെങ്കിൽ അടിപൊളിയായിരിക്കും. എനിക്കെല്ലാം കൊണ്ട് ശുക്ര അടിച്ച് നിൽക്കുന്ന സമയമുണ്ട്. ഒരു ലോട്ടറി എടുത്താൽ ചിലപ്പോൾ എനിക്ക് 2 ബമ്പറൊക്കെ അടിക്കും. അങ്ങനത്തെ രീതിയിൽ നിൽക്കുകയാണേ. അയ്യോ, ഞാനേ വീഡിയോ എടുക്കുമ്പോൾ ഈ 2 മിററും സൈഡ് ഗ്ലാസ് അടച്ചിട്ടാണ് എടുക്കണം. കാരണം മറ്റേ നോയ്സ് അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ അടച്ചിടുമ്പോൾ എൻ്റെ മോനോ ഭയങ്കര ചൂട് അവിയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, AC ഇടാൻ പറ്റൂല, പെട്രോൾ ഇല്ല. ഏതെങ്കിലും നല്ലൊരു ഹോട്ടലാണെന്ന് എന്തായാലും നിർത്തണം, വാങ്ങിക്കണം. എന്ത് മേടിക്കാം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു ബിരിയാണി വാങ്ങിച്ച് തിന്നാൽ വൈകുന്നേരം വരെ പിടിച്ച് നിൽക്കാം. അത് ഊണ് വാങ്ങിക്കണം. ഊണാണെങ്കിൽ എനിക്ക് നല്ല ഫിഷ് ഫ്രൈ ഒക്കെ വേണം, നെത്തോലി ഫ്രൈ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. ഒരു 5-6 കറിയൊക്കെ ഉണ്ടെങ്കിൽ ഊണ് കഴിക്കാൻ നല്ല അടിപൊളിയാണ്. അച്ചാറ്, തോരൻ, അവിയൽ, പപ്പടം, പരിപ്പ്, സാമ്പാർ, ഒരു പായസം കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല സദ്യ കഴിക്കും പോലെ അടിപൊളിയായിട്ട് കഴിക്കാം. ചില ഹോട്ടലിൽ നിന്ന് അങ്ങനെയൊന്നും കാണൂല. ഒരു സാമ്പാർ ചിലപ്പോൾ കാണും, ചിലപ്പോൾ മീനിൻ്റെ ചാറ് കാണും. പിന്നെ ഫ്രൈ നമ്മൾ വാങ്ങിക്കണോണ്ട് ഫ്രൈ കാണും. പിന്നെ അത് നല്ല ഫ്രൈ ആണെന്ന് അറിയാനും പറ്റത്തില്ല. ബിരിയാണി വാങ്ങിച്ചാൽ ഇങ്ങനെ പ്രശ്നമുണ്ട്. ചിലപ്പോൾ ബിരിയാണിയുടെ രുചിയേ കാണത്തില്ല, മണവും കാണത്തില്ല. ബിരിയാണി എന്നുള്ളൊരു പേര്. എന്തായാലും എന്തെങ്കിലും മേടിക്കണം, മേടിച്ച് വെച്ചിരിക്കാം. ചെറുതായിട്ട് വിശക്കണുണ്ടോ? അയ്യോ, ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നല്ലേ. ഇനിയിപ്പോൾ ദൂരം ഇവിടെ എന്തെങ്കിലും കാണണമെങ്കിൽ നിർത്താം. റെസ്റ്റോറൻറ്റ് ഫോക്കസ് ചെയ്തിരിക്കാം. ഓക്കെ, ഞാൻ ഇപ്പോൾ റെസ്റ്റോറൻറ്റ് നോക്കാണ്ട് ഞാൻ ഈ സൈഡ് ബോർഡ്, മൊബൈൽ ഇത്
രണ്ടുപേരും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. വഴിതെറ്റി പോവുകയാണെങ്കിലോ, മാപ്പ് ഞാൻ ഓണാക്കിയിട്ടില്ല, ഫ്ലൈറ്റ് മോഡ് ഓണാക്കിയിട്ടേക്കാണ് എന്നെ ആരും വിളിക്കാണ്ടിരിക്കാൻ വേണ്ടി. ഞാൻ എവിടെയാണെന്ന് കുറച്ച് നേരത്തേക്കെങ്കിലും ആരും അറിയണ്ട എന്നാ ഞാൻ വിചാരിച്ചിരുന്നത്. അവർ ടെൻഷൻ അടിക്കുമെന്ന് ചോദിച്ചാൽ ടെൻഷൻ അടിക്കും. പിന്നെ എനിക്കെന്തോ പറ്റുള്ളൂ, എനിക്കിപ്പോൾ ഇങ്ങനെയാണ് തോന്നണത്. ഓക്കെ അതൊക്കെ വിളി. എന്തായാലും നമുക്ക് ഹോട്ടൽ നോക്കാം.